അല്ല, വളരെ കരുതിക്കൂട്ടിയ ഒരു പ്രസംഗം, അത് ശക്തമായ ഭീഷണി ഉന്നയിച്ചുകൊണ്ട് ഒരു കരുതിക്കൂട്ടിയ പ്രസംഗം നടത്തുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഇതിനകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതൊരു നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് ആണല്ലേ. ഇപ്പൊ ഇന്നത്തെ ക്രിസ്മസ് ദിനത്തിൽ തന്നെ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ഞെട്ടിക്കുന്ന വാർത്ത എന്ന് തന്നെയാണ്. അതായത് നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കി തന്നെയാണ് എന്ന് തെളിയിക്കുന്ന മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് നവീൻ ബാബു ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താ പറഞ്ഞുകൊടുക്കുന്നത്, ഈ പറയുന്ന പമ്പിന്റെ പെട്രോൾ പമ്പിന്റെ NOCയുമായി ബന്ധപ്പെട്ട് 98,500 രൂപയോ അത്രയും രൂപ ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ലവൻ കൊടുത്തു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് പുറത്തു വരും എന്ന് വിചാരിച്ചാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ഈ പറയുന്ന PP ദിവ്യ അന്ന് വന്ന സെൻട്രോ പാർട്ടിയിൽ വന്നിരുന്നു കൊണ്ട് 2 ദിവസത്തെ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ പറയുന്നു. അതിന്റെ മനോവിഷമത്തിൽ മനം നൊന്ത് വന്ന് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നുള്ള തിരക്കഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ, ഞെട്ടിക്കുന്ന ഒരു തെളിവ് അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചതിന് ഒരു തെളിവുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പറഞ്ഞിരിക്കുന്ന മറ്റാരുമല്ല, വിജിലൻസിന്റെ ആദ്യത്തെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: നവീൻ ബാബു പൈസ പ്രശാന്തിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചതിനായിട്ട് ഒരു തെളിവും വന്നിട്ടില്ല. അതായത് ഇതൊരു കെട്ടിച്ചമച്ച കഥയാണ് എന്നുള്ളതാണ്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളത് ഒരു വെറുതെ കെട്ടിച്ചമച്ച ഒരു കഥയാണ്. ഇതിന്റെ പിന്നിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന എന്താണ്, ഇതിനകത്ത് PP ദിവ്യയുടെ റോൾ എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് സംസാരിക്കണം. ആദ്യം ആ വാർത്തയിലോട്ട്. അതുമല്ല, ഇതിനകത്ത് മറ്റൊരു വോയിസും കൂടി പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സംഭവം നടന്നെന്നുള്ള ഒരു വോയിസും കൂടി, ഈ നവീൻ ബാബുവിന്റെ ബന്ധുവിന്റെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ അതും കൂടി നമുക്ക് കേൾക്കാം. ആദ്യം ഈ ഒരു വാർത്ത, ജനൻ TV വന്ന ഈ ഒരു വാർത്ത നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. കൃഷ്ണരാജ്, കണ്ണൂരിലെ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആദ്യം മുതൽ തന്നെ CPM കേന്ദ്രങ്ങൾ പറഞ്ഞതാണ്. അത് അദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്, അദ്ദേഹം ഒരു കൈക്കൂലിക്കാരനാണ് എന്നതടക്കമുള്ള ചില ന്യായീകരണങ്ങളും വിശദീകരണവും ഒക്കെയാണ് ഈ മരണത്തിന് ശേഷം PP ദിവ്യയെ സംരക്ഷിക്കാനായി ഇടത് കേന്ദ്രങ്ങൾ പടച്ചുവിടുകയും ചെയ്തത്. പക്ഷേ ഇതിന് പിന്നാലെയാണ് വിജിലൻസിന്റെ അന്വേഷണം വരുന്നു. അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അന്വേഷണ റിപ്പോർട്ടിൽ ഒരിടത്തും നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് കണ്ടെത്താൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു സർക്കാർ ഏജൻസി തന്നെയാണ്, സംസ്ഥാന സർക്കാരിന്റെ ഏജൻസിയാണ്. സ്വാഭാവികമായും സർക്കാരിന് കീഴിലുള്ള ഏജൻസി അന്വേഷിച്ച് സർക്കാർ അടക്കമുള്ളവർ വിമർശനം ഉന്നയിച്ച ഒരു വ്യക്തിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു റിപ്പോർട്ട് പ്രാഥമികമായി പുറത്തു വരുമ്പോൾ അത് CPMന് മാത്രമല്ല PP ദിവ്യ അടക്കമുള്ളവർക്ക് ഏൽക്കുന്ന കടുത്ത തിരിച്ചടിയായി തന്നെ നമുക്കിതിനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. PP ദിവ്യയും ഈ മരണത്തിന് ശേഷം ഫേസ്ബുക്കുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ തന്നെ പ്രതികരിച്ചതും TV പ്രശാന്ത് അടക്കമുള്ളവർ പരാതി ഉന്നയിച്ചുകൊണ്ട് തന്റെ അടുക്കിലേക്ക് വന്നിരുന്നു. നിരന്തരം പലരിൽ നിന്നടക്കം ഇദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. 90,000 രൂപയടക്കം ഈ മരണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പെട്രോൾ പമ്പിന് NOC നൽകുന്നതുമായി ബന്ധപ്പെട്ട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ഗുരുതര ആരോപണമായിരുന്നു അന്ന് ഉന്നയിച്ചത്. ഒരു സർക്കാർ ജീവനക്കാരനും ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങാൻ പാടില്ല, അതൊരു ബോധവൽക്കരണം എന്ന രീതിയിലാണ് നവീൻ ബാബുവിന്റെ ട്രാൻസ്ഫറിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യാത്രയയപ്പ് ചടങ്ങിനെത്തി പറഞ്ഞത് എന്നുള്ളതായിരുന്നു അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. പക്ഷേ ആ പറഞ്ഞത് നുണയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു തെളിവുകളും ഈ വിജിലൻസിന് മുൻപിലേക്ക് മനസ്സിലായല്ലോ. ഈ പറഞ്ഞത് മൊത്തം നുണയായിരുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞത് മൊത്തം നുണയായിരുന്നു. അങ്ങനെ ഒരു കൈക്കൂലി സംഭവമേ നടന്നിട്ടില്ല. എല്ലാം കെട്ടിച്ചമച്ച ഏതോ ഒരു തിരക്കഥയുടെ ഭാഗമായി നടന്ന ഒരു നുണയാണ്. ഇതിനർത്ഥം എന്താണ്? ഞാൻ ആ വോയിസ് പിന്നെ കൊടുക്കാം. ഇതിനർത്ഥം മറ്റൊന്നുമല്ല, ഇവിടെ PP ദിവ്യ വരെ കരുവാക്കിക്കൊണ്ട് കളിച്ചു എന്നുള്ളതിന് സംശയമുണ്ട്. അതോ PP ദിവ്യയും കൂടി അറിഞ്ഞുകൊണ്ടാണോ എന്നും അറിയത്തില്ല. PP ദിവ്യ എന്നെ കുറച്ച് ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നെ എന്ത് ചെയ്തു, എന്നെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞു, ഞാൻ പൂർവാധികം ശക്തിയോടുകൂടി ഞാൻ തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ത്രസിപ്പിക്കുന്ന ഒരു പോസ്റ്റ് ഒക്കെ തെയ്യവുമായി ബന്ധപ്പെട്ട് PP ദിവ്യ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് PP ദിവ്യനെ ഇതിലെ കരുവാക്കിയോ എന്നുള്ളതാണ്. അതായത് ഇവിടെ ഈ ഒരു തിരക്കഥ എന്ന് പറയുന്നത് ഈ നവീൻ ബാബുവിനെ എന്ത് ചെയ്തു, ഒരു കൈക്കൂലിക്കാരനായിട്ട് ചിത്രീകരിക്കുക, ഈ പറയുന്ന സെൻട്രോ പാർട്ടിയിൽ വന്ന് PP ദിവ്യയെ പോലുള്ള ഒരാളെ വിമർശിക്കുക, 2 ദിവസം ഞാൻ എങ്ങനെയാണ് ഇത് കൊടുത്തത് എന്ന് എനിക്ക് അറിയാം, 2 ദിവസം ഞാൻ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ ഈ പുള്ളി എന്ത് ചെയ്യുക, അപകീർത്തിപ്പെടുത്തുക. അതിനുശേഷം അതിൽ മനം നൊന്തുകൊണ്ട് ഈ പറയുന്ന ADM നവീൻ ബാബു എന്ത് ചെയ്തു, ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കുക. ഇതിനകത്ത് മറ്റു പല കളികളുമുണ്ട്.
ഇപ്പം ഇങ്ങനെ ഒരു കൈക്കൂലി കേസ്, ഇങ്ങനെ ഒരു കൈക്കൂലി കേസേ ഇല്ലായിരുന്നു. ഈ പറഞ്ഞ പ്രശാന്ത് അവന്റെ വീടിന്റെ പ്രശാന്ത് അവിടെ വന്ന് നവീൻ ബാബുവിനെ കണ്ടു എന്നുള്ളത് ആ ക്വാർട്ടേഴ്സിന്റെ പരിസരത്ത് വെച്ച് കണ്ടു. പക്ഷെ അതിനുശേഷം എന്താണ് സംഭവിച്ചത്, അതിനകത്ത് കയറി അവിടെ അതിനെ പറ്റി ഒരു തെളിവുമില്ല. ഈ വാങ്ങിച്ചെങ്കിൽ പൈസ എന്ത് ചെയ്യുന്നു, നവീൻ ബാബു പൈസ വാങ്ങിച്ചെങ്കിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ, അതിലെ രേഖയാണല്ലോ. അതൊന്നുമില്ല. അതായത് ഈ കൈക്കൂലിയുടെ സംഭവമേ ഇല്ലായിരുന്നു. അതും ഈ പ്രശാന്തിനെ വിളിക്കും. അത് ഈ പറയുന്ന പെട്രോൾ പമ്പിന്റെ NOCയുമായി ബന്ധപ്പെട്ട് പലരും വിളിക്കും സംസാരിക്കും. അതൊക്കെ സ്വാഭാവികമാണ് അല്ലേ? അപ്പൊ ഈ കൈക്കൂലി വാങ്ങിച്ചതിന് തെളിവില്ല എന്നതിന്റെ അർത്ഥം ഇതിനൊരു ആത്മഹത്യയാക്കി തീർക്കാൻ വേണ്ടി മുമ്പേ എന്താണ് ഈ പറയുന്ന ഒരു തിരക്കഥ രചിച്ചുകൊണ്ട് നവീൻ ബാബു ഇങ്ങനെ മനം നൊന്താണ് ഈ ആത്മഹത്യ ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു നാടകമാണ് ഈ കൈക്കൂലി കഥ എന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത് അല്ലേ? ഇതിന് പിന്നിൽ മറ്റേ കച്ചവടവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള രേഖകൾ നവീൻ ബാബുവിന്റെ കയ്യിലുണ്ടെന്നും അത് നവീൻ ബാബു പുറത്തുവിടുമെന്ന് പേടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തിരക്കഥ എഴുതി പുള്ളിയെ ഇപ്പൊ പറയുന്ന എന്താണ്, ഈ പറയുന്ന സൈനോഡ് പോലുള്ള സാധനങ്ങൾ പുള്ളിക്ക് കൊടുത്ത് ആത്മഹത്യ ചെയ്തു, കൊടുത്ത് മയക്കിന് ശേഷം കെട്ടിത്തൂക്കിയാനുള്ള തെളിവുകൾ ഒരുപാട് വന്നു. ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഈ പറയുന്ന ഡോക്ടർ ഉൾപ്പെടെ അല്ലേ, അത് പറഞ്ഞ പോസ്റ്റ്മോർട്ടമേ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതുമല്ല പോസ്റ്റ്മോർട്ടം ഇപ്പോൾ അതിന്റെ ബാക്കിൽ വന്ന സ്ട്രെയിൻ എല്ലാം കൊണ്ടും നമുക്ക് എഴുതി വായിക്കാൻ പറ്റുന്ന സംഭവം. നവീൻ ബാബുവിനെ വളരെ ഗൂഢാലോചനയുടെ ഫലമായി ഒരു തിരക്കഥ മെനഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു തിരക്കഥ മാസങ്ങൾക്ക് മുമ്പ് നനയുന്നു. ഇങ്ങനെ ഒരു സെൻഡ് ഓഫ് പിന്നീട് സമയത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തണം, അതിൽ മനംനൊന്ത് നവീൻ ബാബു പോകുമ്പോൾ നവീൻ ബാബു എന്ത് ചെയ്യും, ആത്മഹത്യ ചെയ്തതായിട്ട് മനുഷ്യരെ വിചാരിച്ചു കൊള്ളും. അങ്ങനെ ഒരു തിരക്കഥ മെനഞ്ഞുകൊണ്ട് നവീൻ ബാബുവിനെ വളരെ ആസൂത്രണമായിട്ട് കൊല ചെയ്തല്ലേ, കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നുള്ള തെളിവുകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന നവീൻ ബാബുവിന്റെ സുഹൃത്ത് ബന്ധുവും കൂടിയായ ഒരാളുടെ വോയിസും കൂടി ഈ പറയുന്ന ഏഷ്യാനെറ്റിലാണോ തോന്നുന്നു അത് പുറത്തു വിട്ടിട്ടുണ്ട്. ആ ഒരു വോയിസും കൂടി നിങ്ങൾ കേൾക്കൂ. അല്ല, വളരെ കരുതിക്കൂട്ടിയ ഒരു പ്രസംഗം, അത് ശക്തമായ ഭീഷണി ഉന്നയിച്ചുകൊണ്ട് ഒരു കരുതിക്കൂട്ടിയ പ്രസംഗം നടത്തുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഇതിനകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇത് ഒരു വ്യക്തി മാത്രം ചേർന്നതല്ല. ശ്രീ നവീൻ ബാബുവിനെ കൊലപ്പെടുത്താനോ അല്ലെ മരണത്തിന് നയിക്കാനോ ശ്രമിച്ച ആ സംഭവം ഒരാളുടെ മാത്രം ശ്രമഫലമായിട്ടുള്ളതായിട്ടല്ല. അതിൽ ഇപ്പൊ പ്രതിയാക്കപ്പെട്ട വ്യക്തി ഒരു മൗത്ത് പീസ് മാത്രമാണ്. അവര് പ്രസംഗിച്ചതിന് പിന്നില് വളരെ ശക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ശ്രീ നവീൻ ബാബുവിനെ അപായപ്പെടുത്താനുള്ള ശ്രമം അത് ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ പങ്കുചേർന്ന ആൾക്കാരെ പ്രതി ചേർക്കണം, അവരെ കോടതിയുടെ മുമ്പ് എത്തിക്കണം എന്ന് മാത്രമാണ് എന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ഒരു അന്വേഷണം ആ ഭാഗത്തേക്ക് ഇതുവരെ നടന്നിട്ടില്ല, ഇപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യം. ഒരു കാര്യം കൂടി അനിൽ പി നായർ, ഇപ്പോൾ വിജിലൻസ് തീർപ്പിലെത്തുന്നില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഒന്നിലേറെ തവണ ഫോൺ വിളിച്ച കാര്യം, ഇവർ പരസ്പരം കണ്ട കാര്യം, പ്രശാന്ത് പണയം വെച്ച് പണം പിൻവലിച്ച കാര്യം, ഇതൊരു നവീൻ ബാബുവിനെ കൊടുക്കാനുള്ള ഒരു വിശാലമായ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നേതൃത്വ സ്വഭാവം അനുസരിച്ചിട്ട് അപേക്ഷകർക്കും ആൾക്കാർ സ്ഥലം പോയി കാണാറുണ്ട്, ചിലപ്പോൾ അവരോട് സംസാരിക്കാറുണ്ട്, അവർ ക്ലാരിഫിക്കേഷൻ ചോദിക്കാറുണ്ട്, കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഫോൺ വിളി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. അത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടുള്ള ക്ലാരിഫിക്കേഷനോ കാര്യങ്ങൾക്കോ വേണ്ടി അപേക്ഷന് വേണ്ടി സംസാരിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായ ഒന്നാണ്. അതിനപ്പുറം അതിനൊന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവത്തുമില്ല. പക്ഷെ അതിനപ്പുറം മറ്റെന്താണ് ഇത്രയും ഒരു ഗൂഢാലോചന? ഇത് ആരാണ് ഇതിന്റെയൊക്കെ പ്രയോജകർ? ആർക്കാണ് ഇതിന്റെ പ്രയോജനം ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം ചിന്തിക്കേണ്ടിയിരിക്കും. ഇത്രയേറെ മനുഷ്യത്വരഹിതമായി ഒരു മനുഷ്യരോട് പെരുമാറുണ്ടായ കാരണം അത് ഈ പറയുന്ന അഴിമതിക്കെതിരെയുള്ള മത്സരമൊന്നുമല്ല, സമരമൊന്നുമല്ല. ഇപ്പൊ പ്രശാന്ത് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നു, അപേക്ഷ നൽകുന്നു, പ്രശാന്ത് കാണുന്നു, പണം പിൻവലിക്കുന്നു, തൊട്ടു പിന്നാലെ നവീൻ ബാബുവിനെ മാനസികമായി ഇത്തരം ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ ബോധപൂർവം PP ദിവ്യ വരുന്നു, സംസാരിക്കുന്നു, അപമാനിക്കുന്നു, അതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് നാടാകെ പ്രചരിപ്പിക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ ആരെങ്കിലും ഒക്കെ കൂടിയിരുന്ന് ആലോചിച്ചിട്ടുണ്ടാവാം, പ്രവർത്തിച്ചിട്ടുണ്ടാവാം. അങ്ങനെയും സംശയിച്ചുകൂടെ? തീർച്ചയായിട്ടും ആദ്യം മുതൽ പറയുന്ന കാര്യം തന്നെയാണല്ലോ. ആദ്യം മുതൽ ബഹുമാനപ്പെട്ട കോടതിയിലായാലും പൊതുസമൂഹത്തോടായാലും എന്നും ഒരു അപേക്ഷ എന്ന നിലയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇത്തരം ഗൂഢാലോചന ഒരു മനുഷ്യനെ മരണത്തിലേക്കോ കൊലപാതകത്തിലേക്കോ നയിച്ച ഒരു സംഭവത്തെ പറ്റിയുള്ള യഥാർത്ഥ വസ്തുത ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് മുമ്പിലെത്തണം.